ഇന്നത്തെ പരീക്ഷ എല്ലാവർക്കും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ എക്സാമിൻ്റെ റിവ്യൂ പറയുവാണെങ്കിൽ 1 തൊട്ട് 8 വരെ ഉള്ളത് കുഴപ്പമില്ലായിരുന്നു. 9 തൊട്ട് പിന്നെ 9 കുഴപ്പമില്ല, 10 കുഴപ്പമില്ല, 11 കുഴപ്പമില്ല, 12 ഒക്കെ എളുപ്പമായിരുന്നു. പിന്നെ 13 പ്രിസൈസ് റൈറ്റിംഗ് എളുപ്പമായിരുന്നു. 14 നമ്മുടെ മാഗിയുടെ ഗ്യാസ് സ്കെച്ച് ഉറപ്പായിരുന്നു. 15 പ്രിഫർ റൈറ്റിങ്. 16 സെറാങ് ഓഫ് പ്രണാഗൻജി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, ആ റൈറ്റപ്പ്. ഇതുപോലെ തന്നെ നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യമാണ്. പിന്നെ 17 എഡിറ്റിംഗ് ആണ് വിഷയം. എനിക്ക് ഒരു സാധനം കിട്ടിയിട്ടുമില്ല, അതിനകത്തൊന്നും എനിക്ക് കിട്ടിയില്ല, തൊണ്ടതിനെ വിട്ട്. പക്ഷേ 18ഉം 19ഉം 18 പിന്നെ എളുപ്പമായിരുന്നു. പിന്നെ 19 ഞാൻ ലൈൻസിൻ്റെ അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ കഴുകി വെച്ച്, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അടുത്ത സെഷന് വരുന്നത് 20 തൊട്ട് 25 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിനകത്ത് 20 ഗാന്ധിജിയുടെ ആ ഒരു സ്പീച്ചിനകത്തെ കാര്യങ്ങളൊക്കെ എഴുതി ഷോർട്ടസ്റ്റ് എഴുതാൻ പറ്റി. 21 കുഴപ്പമില്ലായിരുന്നു. 22 കുഴപ്പമില്ലായിരുന്നു. 23 സെമിനാർ റിപ്പോർട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് ഇന്നലെ സൈലത്തിൽ എനിക്ക് ഒന്ന് ഇന്ന് രാവിലെ മോർണിംഗ് ബുസ്റ്ററിലും പറഞ്ഞാണ്. ഇപ്പം 24 ഇത് കേട്ട് ഈ ലൈവ് ടി വി റിപ്പോർട്ട് കേട്ട് മടുത്ത സാധനമാണ്. പിന്നെ 25 കുഴപ്പമില്ല, എഴുതാൻ പറ്റി. അത് ഇച്ചിരി അത് കുഴപ്പമില്ല. എന്നാലും 26 സീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി വെച്ച് എഴുതാമെന്ന് എത്തുന്നതാണ്. പിന്നെ 27 ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ചോദ്യം. ഞാൻ ഈ ചോദ്യം പേപ്പറിൽ കണ്ട മെയിനായിട്ട് എനിക്ക് ടഫെന്ന് തോന്നിയ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് 27 പിന്നെ എഡിറ്റിങ് ആ സാധനവും പിന്നെ സെമിനാർ റിപ്പോർട്ടും, ഇത് 3 എനിക്ക് മെയിനായിട്ട് ടഫെന്ന് തോന്നേ. കാരണം അതിൻ്റെ ഒന്നും വലുതായിട്ട് ഞാൻ നോക്കിയില്ല, കാരണം അത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമും ഒരിക്കലും +1 അങ്ങനെ വന്നിട്ട് കണ്ടിട്ടില്ല. പ്രീവിയസ് ഇയറിലൊന്നും വന്നിട്ടില്ല. +2 മാത്രം വരുന്നൊരു കാര്യമാണ്. ഇത് കൊണ്ടുവന്ന് +1 ഇടുവെന്നും അവസാനത്തെ പരീക്ഷിക്കാൻ ഇടുവെന്നും ആരും വിചാരിച്ചില്ല. പക്ഷേ ഇതൊരു മീഡിയം പരീക്ഷയായിരുന്നു. കാരണം എനിക്ക് കുറേ ടൈം മാനേജ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഒരു ഗുഡ് എക്സാം ആയിരുന്നു. നിങ്ങളുടെയൊക്കെ എന്തുവാണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അടിപൊളിയായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സൈലൻ കണ്ടിട്ട് പോയപ്പോൾ ഇത് വർത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.